നമസ്കാരം, ഏവർക്കും ബയോളജിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ക്ലോറോപ്ലാസ്റ്റ് വരെ അല്ലെങ്കിൽ എന്താണ് ഹരിതകണം വരെയാണ് നമ്മൾ പഠിച്ചു നിർത്തിയിരുന്നത്. അപ്പോൾ അതിന്റെ ബാക്കിയായിട്ടുള്ള ഭാഗങ്ങൾ ഒന്ന് നമുക്ക് നോക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ പാർട്സ് ഓഫ് ക്ലോറോപ്ലാസ്റ്റ് ആണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകൂടെ ഒന്ന് നോക്കാം. ഒന്നെന്ന് പറയുന്നത് ഡബിൾ ലെയർ മെംബ്രെയിൻ. ഏതാണ്? ഡബിൾ ലെയർഡ് മെംബ്രെയിൻ. അതായത് ക്ലോറോപ്ലാസ്റ്റിനെ പൊതിഞ്ഞ് കാണപ്പെടുന്ന ഇരട്ട സ്ഥലത്തെയാണ് നമ്മൾ എന്തെന്ന് അറിയപ്പെടുന്നത്? ഡബിൾ ലെയർഡ് മെംബ്രെയിൻ എന്ന് അറിയപ്പെടുന്നു. ഇനി അതിനകത്തേക്ക് പോയി കഴിഞ്ഞാലുള്ള രണ്ട് ഭാഗങ്ങളാണ്. ഒന്നെന്ന് പറയുന്നത് ഗ്രാനയും മറ്റൊന്ന് സ്ട്രോമയും. അപ്പൊ ക്ലോറോപ്ലാസ്റ്റിന്റെ പ്രധാനപ്പെട്ട മൂന്ന് ഭാഗങ്ങളാണ്. ഏതൊക്കെയാണ്? ഡബിൾ ലെയർഡ് മെംബ്രെയിൻ, അതുപോലെ തന്നെ ഗ്രാന, സ്ട്രോമ. ഇനി എന്താണ് ഗ്രാന, എന്താണ് സ്ട്രോമ എന്നും കൂടി നോക്കാം. ക്ലോറോപ്ലാസ്റ്റിനകത്ത് കാണപ്പെടുന്ന അല്ലെങ്കിൽ ഹരിതകണത്തിനകത്ത് കാണപ്പെടുന്ന ദ്രാവക ഭാഗത്തെ അറിയപ്പെടുന്ന പേരാണ് സ്ട്രോമ. എന്താണ് സ്ട്രോമ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം, ക്ലോറോപ്ലാസ്റ്റിനകത്ത് കാണപ്പെടുന്ന ദ്രാവക ഭാഗത്തെയാണ് നമ്മൾ എന്തെന്ന് അറിയപ്പെടുന്നത്? സ്ട്രോമ എന്ന് അറിയപ്പെടുന്നത്. ഫ്ലൂയിഡ് പാർട്ട് ഇൻസൈഡ് ദ ക്ലോറോപ്ലാസ്റ്റ് ഈസ് കോൾഡ് സ്ട്രോമ. ഗ്രാന നിങ്ങൾ ആ ഫോട്ടോയിൽ ഒന്ന് ശ്രദ്ധിച്ചു നോക്കാൻ അറിയാം. 1 രൂപ കോയിൻ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് അടുക്കി വെച്ചേക്കുന്ന ഒരു സ്ട്രക്ചറിൽ കാണപ്പെടുന്നതാണ് അതില് ഗ്രാന എന്ന് പറയുന്നത്. അതായത് എന്താണ്? കോയിൻ ലൈക്ക് സ്ട്രക്ചേഴ്സ് ആർ അറേഞ്ച്ഡ് ഒൺ എബോവ് ദ അതർ. ഒന്നിന് മുകളിൽ അല്ലെങ്കിൽ ഒരു കോയിന് മുകളിലായിട്ട് മറ്റു കോയിനുകൾ അടുക്കി വെച്ച രൂപത്തിൽ കാണപ്പെടുന്ന സ്ട്രക്ചറിനെയാണ് എന്തെന്ന് അറിയപ്പെടുന്നത്? ഗ്രാന എന്ന് അറിയപ്പെടുന്നത്. കോയിൻ ലൈക്ക് സ്ട്രക്ചർ അറേഞ്ച്ഡ് ഓൺ അബോവ് ദ അതർ. അപ്പോ ഇത്രയുമാണ് ക്ലോറോപ്ലാസ്റ്റിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെന്ന് അറിയപ്പെടുന്നത്. ഇനി പ്രകാശ സംശ്ലേഷണം എവിടെയാണ് നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാം, ഗ്രാനയിൽ വെച്ചിട്ടാണ് പ്രകാശ സംശ്ലേഷണം നടക്കുന്നത്. ഗ്രാനയിൽ വെച്ചിട്ടാണ് ഫോട്ടോസിന്തസിസ് നടക്കുന്നത്. ഇനി എങ്ങനെയാണ് ഫോട്ടോസിന്തസിസ് അവിടെ നടക്കുന്നത് എന്നുള്ളത് നമുക്ക് ഒന്ന് നോക്കാം. അപ്പോൾ നമുക്കറിയാം, ഹരിതകണത്തിൽ മാത്രമാണ് എന്ത് നടക്കുന്നത്? ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണം നടക്കുന്നതെന്ന് നമുക്കറിയാം അല്ലെ. ഇലകൾക്ക് പച്ച നിറം നൽകുന്ന വർണ്ണവസ്തുവാണ് ക്ലോറോപ്ലാസ്റ്റ് എന്നറിയാം. അതുകൊണ്ട് തന്നെ ഇലകളിൽ വെച്ചിട്ടാണ് എന്ത് നടക്കുന്നത്? ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണം നടക്കുന്നത്. ഇനി ഇലകളിൽ മാത്രമല്ല, സസ്യങ്ങളുടെ ഏത് ഭാഗത്ത് പച്ച നിറമുണ്ടെങ്കിലും അവിടെ എല്ലാം എന്ത് നടക്കുന്നുണ്ട്? ഫോട്ടോസിന്തസിസ് നടക്കുന്നുണ്ട്. കാരണം അവിടെ എല്ലാം എന്തുണ്ട്? ക്ലോറോഫില്ല് കാണപ്പെടുന്നു. അതുകൊണ്ട് തന്നെ അവിടെ വെച്ചിട്ട് എന്ത് നടക്കുന്നു? പ്രകാശ സംശ്ലേഷണം നടക്കപ്പെടുന്നു. അപ്പോ പ്രകാശ സംശ്ലേഷണം നടക്കുന്നത് എവിടെയാണ്? ഗ്രാനയിലാണെന്ന് പറഞ്ഞു അല്ലേ. ഇനി ഇവിടെ നോക്കൂ, പ്രകാശ സംശ്ലേഷണം നടക്കണമെങ്കിൽ എന്താവശ്യമുണ്ട്? സൺലൈറ്റ് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ സൂര്യപ്രകാശം ആവശ്യമുണ്ട് അല്ലെ. ഈ സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യണമെങ്കിൽ എന്ത് കാണപ്പെടണം? ക്ലോറോപ്ലാസ്റ്റിനകത്ത് കുറച്ച് കളർ പിഗ്മെന്റ്സ് കാണും അല്ലെ. ഈ സൂര്യപ്രകാശത്തിനെ അബ്സോർബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ക്ലോറോപ്ലാസ്റ്റിനകത്ത് കുറച്ച് കളർ പിഗ്മെന്റ്സ് കാണും. ഈ കളർ പിഗ്മെന്റ്സിനെ പറ്റിയിട്ട് നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. ഒന്ന് ഓർത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഏതൊക്കെയാണ് ആ കളർ പിഗ്മെന്റ്സ് എന്ന് അല്ലെ. സാന്തോഫിൽ പഠിച്ചായിരുന്നു, കരോട്ടിൻ പഠിച്ചു, ക്ലോറോപ്ലാസ്റ്റ് പഠിച്ചു അല്ലെ. ഇതൊക്കെ നിങ്ങൾ 8ാം ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളാണ്. അത് തന്നെയാണ് ഇവിടെയും നമ്മൾ പഠിക്കാൻ പോണത്. അതിനകത്ത് ഹരിതകണത്തിന്റെ ഒരു പോർഷൻ കൂടി വരുന്നുണ്ടെന്നുള്ളൂ. അപ്പോ ഏതൊക്കെയാണ് കളർ പിഗ്മെന്റ്സ് എന്ന് നോക്കാം. പിഗ്മെന്റ്സ് ദാറ്റ് അബ്സോർബ് സൺലൈറ്റ് ഫൗണ്ട് ഇൻ ഗ്രാന അല്ലെ. അപ്പോ ഗ്രാനയിലകത്ത് കാണപ്പെടുന്ന കളർ പിഗ്മെന്റ്സ് ആണ് എന്തിനെ അബ്സോർബ് ചെയ്യുന്നത്? ലൈറ്റിനെ അബ്സോർബ് ചെയ്യപ്പെടുന്നത്. അപ്പൊ പറഞ്ഞു, ക്ലോറോഫിലിനകത്താണ് എന്ത് കാണപ്പെടുന്നത്? ഗ്രാന കാണപ്പെടുന്നത്. ഗ്രാന ഫോട്ടോസിന്തസിസ് നടക്കണമെങ്കിൽ സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ ആഗിരണം ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രാനയുടെ അകത്താണ് എന്ത് കാണപ്പെടുന്നത്? ഈ കളർ പിഗ്മെന്റ്സ് കാണപ്പെടുന്നത്. അപ്പൊ കളർ പിഗ്മെന്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ക്ലോറോഫിൽ എ, ക്ലോറോഫിൽ ബി, സാന്തോഫിൽ ആൻഡ് കരോട്ടിൻ. അപ്പൊ ഏതൊക്കെയാണെന്ന് നോക്കാം. ക്ലോറോഫിൽ എ, ക്ലോറോഫിൽ ബി, സാന്തോഫിൽ ആൻഡ് കരോട്ടിൻ അല്ലെ. അവയുടെ നിറങ്ങളെ പറ്റിയിട്ട് നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാൻ അതിലോട്ട് കിടക്കുന്നില്ല. അപ്പോ ഇത്രയും കളർ പിഗ്മെന്റ്സ് ആണ് എവിടെ കാണപ്പെടുന്നത്? ക്ലോറോപ്ലാസ്റ്റിനകത്ത് കാണപ്പെടുന്നത്. ഇനി നമുക്ക് നോക്കാം, ഈ കാണപ്പെടുന്ന കളർ പിഗ്മെന്റ്സിനൊക്കെ സൺലൈറ്റിനെ എന്ത് ചെയ്യാനുള്ള ശേഷിയുണ്ട്? അബ്സോർബ് ചെയ്യാനുള്ള ശേഷിയുണ്ട്. അപ്പൊ ഈ കാണപ്പെടുന്ന വർണ്ണഗണങ്ങൾക്കെല്ലാം എന്തിനെ ആഗിരണം ചെയ്യാനുള്ള കഴിവുണ്ട്? സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യാനുള്ള കഴിവുണ്ട്. പക്ഷേ ഇതില് ക്ലോറോഫിൽ എക്ക് മാത്രമേ എന്തിൽ പങ്കെടുക്കാൻ പറ്റൂ? ഫോട്ടോസിന്തസിസിൽ പങ്കെടുക്കാൻ പറ്റൂ. അപ്പൊ നോക്കുക, 4 തരത്തിലുള്ള കളർ പിഗ്മെന്റ്സ് ഉണ്ട്. ഈ 4 തരത്തിലുള്ള കളർ പിഗ്മെന്റ്സ് എന്തിനെ ആഗിരണം ചെയ്യുന്നു? സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യുന്നു.
പക്ഷേ ഇതിൽ ക്ലോറോഫിൽ എക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഡയറക്ട്ലി ഫോട്ടോസിന്തസിസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കുന്നു അല്ലെ. ക്ലോറോഫിൽ എക്ക് ഫോട്ടോസിന്തസിസിൽ നേരിട്ട് പങ്കെടുക്കാൻ പറ്റും. ഇനി നോക്കൂ, ഈ ബാക്കിയുള്ള കളർ പിഗ്മെന്റ്സ് അബ്സോർബ് ചെയ്യുന്ന സൂര്യപ്രകാശത്തെ ആർക്ക് കൊടുക്കുന്നു? ക്ലോറോഫിൽ എക്ക് കൊടുക്കുന്നു. അതായത് സാന്തോഫിലും കരോട്ടിനും ക്ലോറോഫിൽ ബിയും എന്ത് ചെയ്യുന്നു? സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യുന്നുണ്ട്. പക്ഷെ അവയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? പ്രകാശ സംശ്ലേഷണത്തിൽ പങ്കെടുക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവ അബ്സോർബ് ചെയ്യുന്ന സൺലൈറ്റിനെ എങ്ങോട്ട് കൊടുക്കുന്നു? ക്ലോറോഫിൽ എക്ക് കൊടുക്കുന്നു. ഈ കളർ പിഗ്മെന്റ്സിനെ അറിയപ്പെടുന്ന പേരാണ് ആക്സസറി പിഗ്മെന്റ്സ് എന്ന് അറിയപ്പെടുന്നു, അല്ലെങ്കിൽ സഹായക വർണ്ണങ്ങൾ എന്ന് അറിയപ്പെടുന്നു. പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമായിട്ടുള്ള സൂര്യപ്രകാശത്തെ എക്ക് കൈമാറ്റം ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു? ഇവയെ അറിയപ്പെടുന്ന പേരാണ് സഹായക വർണ്ണങ്ങൾ അഥവാ ആക്സസറി പിഗ്മെന്റ്സ് എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ നമ്മൾ ആക്സസറി പിഗ്മെന്റ്സ് വരെ പഠിച്ചു. ഇനി തൊട്ടപ്പുറത്തെ പേജിൽ, നിങ്ങളെ ടെക്സ്റ്റിൽ തൊട്ടപ്പുറത്തെ പേജിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു ഫ്ലോ ചാർട്ട് കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് ജലവും അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡിനും ഇലകളിലെത്തുന്നത്? ഇവ രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ പ്രകാശ സംശ്ലേഷണം നടക്കത്തുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് വാട്ടർ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് റീച്ചസ് ടു ദ ലീഫ്? അപ്പോൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ, കാർബൺ ഡൈ ഓക്സൈഡ് ഇലകളിലെത്തുന്ന മാർഗം. അന്തരീക്ഷം കൊടുത്തിട്ടുണ്ട്, തൊട്ടപ്പുറത്ത് കോളത്തിലൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മളിത് മുന്നേ പഠിച്ചതാണ്. ആസ്യാരന്ധ്രങ്ങൾ വഴിയാണ് എവിടെ എത്തുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് എവിടെ എത്തുന്നത്? ഇലകളിലെത്തുന്നത്. അപ്പോൾ ആസ്യാരന്ധ്രങ്ങൾ വഴിയാണ് ഇലകളിൽ എന്തെത്തുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് എത്തുന്നത് അല്ലേ. അല്ലെങ്കിൽ എന്താണ്, സ്റ്റൊമാറ്റ വഴിയാണ് എവിടെ എത്തുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് റീച്ചസ് ടു ദ ലീവ്സ്. ആണെങ്കിൽ തൊട്ട് താഴെ ജലം എങ്ങനെയാണ് ഇലകളിലെത്തുന്നത് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്, വേര് കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ട് അന്തരീക്ഷത്തിന് പകരം അവിടെ എന്തായിരിക്കും? മണ്ണായിരിക്കും അല്ലേ, മണ്ണ്. അപ്പോൾ മണ്ണിൽ നിന്ന് എന്ത് ചെയ്യുന്നു? വേര് വഴി ജലം എന്ത് ചെയ്യുന്നു? ഇലയിലെത്തുന്നു. ഇനി വേരിൽ നിന്ന് എങ്ങനെയാണ് ഇലകളിലെത്തുന്നത്? അതും നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുള്ളതാണ്. സൈലം കുഴലുകൾ വഴിയാണ് എന്ത് ചെയ്യുന്നത്? ഇലകളിലേക്ക് ജലം എത്തുന്നത്. അപ്പോൾ വാട്ടർ റീച്ചസ് ലീഫ് ത്രൂ സൈലം വെസൽസ്. അപ്പോൾ ഫ്ലോ ചാർട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നോട്ട്ബുക്കിനകത്ത് എഴുതി വയ്ക്കുക. അപ്പോൾ ജലവും അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് ഇലകളിലെത്തിയിരിക്കുകയാണ്. ഇനി അവിടെ വെച്ച് പ്രകാശ സംശ്ലേഷണം നടക്കണം അല്ലേ. പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത് ഒരു രാസപ്രവർത്തനമാണ്. അപ്പോൾ ദ കെമിസ്ട്രി ഓഫ് ഫോട്ടോസിന്തസിസ് ആണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? അടുത്തത് പഠിക്കാനുള്ളത്. കെമിസ്ട്രി ഓഫ് ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ എന്താണ്? പ്രകാശ സംശ്ലേഷണത്തിൻ്റെ രാസപ്രവർത്തനം. അപ്പോൾ ഇവിടെ നോക്കിയോ, ഹരിതഗണത്തിനകത്ത് പ്രധാനമായിട്ടും രണ്ട് ഭാഗങ്ങൾ കാണപ്പെടുന്നു നമ്മൾ പറഞ്ഞു അല്ലേ. ഒന്നെന്ന് പറഞ്ഞത് ഗ്രാനയും മറ്റേതെന്ന് പറയുന്നത് സ്ട്രോമയും. ഇനി എവിടെ വെച്ചാണ് പ്രകാശ സംശ്ലേഷണം നടക്കുന്നതെന്ന് നമ്മൾ പഠിച്ചു അല്ലേ. ഒരു ഗ്രാനയിൽ വെച്ചാണ് നടക്കുന്നതെന്ന് പറഞ്ഞു. അവിടെയാണ് എന്ത് കാണപ്പെടുന്നത്? കളർ പിഗ്മെന്റ്സ് കാണപ്പെടുന്നതെന്ന് പറഞ്ഞു അല്ലേ. ഇനി നമുക്ക് ഫോട്ടോസിന്തസിസിനെ രണ്ട് ഘട്ടങ്ങളായിട്ട് വേർതിരിക്കാം. ഒന്നെന്ന് പറയുന്നത് പ്രകാശഘട്ടമെന്നും ഒന്ന് ഇരുണ്ട ഘട്ടമെന്നും. അപ്പോൾ ഗ്രാനയിൽ വെച്ച് നടക്കുന്ന റിയാക്ഷനെ പറയുന്ന പേരാണ് ലൈറ്റ് റിയാക്ഷൻ അല്ലെങ്കിൽ പ്രകാശഘട്ടം എന്ന് അറിയപ്പെടുന്നു. സ്ട്രോമയിൽ നടക്കുന്നത് ഇരുണ്ട ഘട്ടം അഥവാ ഡാർക്ക് റിയാക്ഷൻ എന്നും അറിയപ്പെടുന്നു. ഇനി ഗ്രാനയിൽ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നടക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ പ്രകാശഘട്ടം എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ എന്തിൻ്റെ ആവശ്യമുണ്ട്? പ്രകാശത്തിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അത് ഒന്നാമത്തെ പോയിന്റ് അതാണ്. എന്താണ്? ലൈറ്റ് റിയാക്ഷൻ യൂസസ് ലൈറ്റ് അല്ലേ. എന്ത് ചെയ്യുന്നു? പ്രകാശത്തെ എന്ത് ചെയ്യുന്നു? ഉപയോഗിക്കുന്നു. പ്രകാശത്തെ എന്ത് ചെയ്യുന്നു? ഉപയോഗിക്കുന്നു. ലൈറ്റ് ഈസ് യൂസ്ഡ്. അടുത്താണ് വാട്ടർ സ്പ്ലിറ്റ്സ് ആൻഡ് ഓക്സിജൻ ഈസ് റിലീസ്ഡ്. എന്ത് ചെയ്യുന്നു? ജലം എന്ത് ചെയ്യുന്നു? വിഘടിക്കുന്നു അല്ലേ. നമുക്കറിയാം ജലം എന്ന് പറയുന്നത് ഹൈഡ്രജനും ഓക്സിജനും ചേർന്നിട്ടാണ് ജലം ഉണ്ടാക്കുന്നത്. അപ്പോൾ വെള്ളം എന്ത് ചെയ്യുന്നു? വിഘടിച്ചിട്ട് എന്തൊക്കെയായിട്ട് മാറുന്നു? ഹൈഡ്രജനും അതുപോലെ തന്നെ ഓക്സിജനുമായിട്ട് മാറുന്നു. ഈ ഉണ്ടാകുന്ന ഓക്സിജൻ എന്ത് ചെയ്യുന്നു? ഈ ലീഫിൽ നിന്ന് എന്ത് ചെയ്യുന്നു? റിലീസ് ചെയ്യുന്നു. അപ്പോൾ ഓക്സിജൻ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് മനസ്സിലായല്ലോ. വാട്ടർ സ്പ്ലിറ്റ് ആൻഡ് ഓക്സിജൻ ഈസ് റിലീസ്ഡ്. ഇനി ഓക്സിജൻ ഉണ്ടായതിൻ്റെ ഫലമായിട്ട് ഹൈഡ്രജൻ എന്ത് ചെയ്യുന്നു? അവിടെ കാണപ്പെടുന്നു അല്ലേ. ഈ ഉണ്ടാകുന്ന ഹൈഡ്രജൻ എങ്ങോട്ടത്തേക്ക് എത്തുന്നു? സ്ട്രോമയിലേക്ക് മാറ്റപ്പെടുന്നു. അപ്പോൾ ഗ്രാനയിൽ നടക്കുന്ന പ്രവർത്തനമാണ്. പക്ഷേ എന്ത് ചെയ്യുന്നു? ഹൈഡ്രജൻ ഉണ്ടായതിന് ശേഷം എന്ത് ചെയ്യുന്നു? ഈ ഹൈഡ്രജൻ എങ്ങോട്ട് മാറുന്നു? സ്ട്രോമയിലേക്ക് മാറുന്നു. ഇനി സൂര്യപ്രകാശത്തിൻ്റെ സഹായത്തോടുകൂടിയാണ് എന്ത് നടക്കുന്നത്? പ്രകാശ സംശ്ലേഷണം നടക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ലൈറ്റ് എനർജി ഈസ് കൺവേർട്ടഡ് ടു കെമിക്കൽ എനർജി. എന്ത് ചെയ്യുന്നു? പ്രകാശോർജം എന്തായിട്ട് മാറുന്നു? രാസോർജമായിട്ട് മാറുകയും ഇതെന്ത് ചെയ്യുന്നു?
സ്റ്റോർഡ് ഇൻ ATP. എന്ത് ചെയ്യുന്നു? ആ ATPയിലേക്ക് എന്ത് ചെയ്യുന്നു? സ്റ്റോർ ചെയ്യുകയും ചെയ്യുന്നു. ഈ ATP എന്താണെന്നുള്ളത് നമുക്ക് വരും ക്ലാസ്സിൽ എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഗ്രാനയിൽ നടക്കുന്ന ഘട്ടമാണ് പ്രകാശഘട്ടം അല്ലെങ്കിൽ ലൈറ്റ് ഫേസ് എന്നറിയപ്പെടുന്നത്. എന്താണ് ഈ പേര് പോലെ തന്നെയാണ് എന്താണ് ലൈറ്റ് ഫേസിൽ എന്തിനു ഉപയോഗിക്കുന്നു? ലൈറ്റിനെ ഉപയോഗിക്കുന്നു. ലൈറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? ആ വാട്ടർ സ്പ്ലിറ്റ് ആൻഡ് ഓക്സിജൻ ഈസ് റിലീസ്ഡ്, ഹൈഡ്രജൻ റീച്ചസ് ടു സ്റ്റോമ. അല്ലേ? എന്ത് ചെയ്യുന്നു? ജലം വിഘടിച്ച് എന്തൊക്കെയായിട്ട് മാറുന്നു? ഓക്സിജനും ഹൈഡ്രജനുമായിട്ട് മാറുന്നു. ഇതിൽ ഓക്സിജൻ എന്ത് ചെയ്യുന്നു? സസ്യങ്ങൾ പുറത്തു വിടുകയും ഹൈഡ്രജനെ എങ്ങോട്ട് മാറ്റുകയും ചെയ്യുന്നു? സ്ട്രോമയിലേക്ക് മാറ്റുകയും ചെയ്യുന്നു. അവിടെ സംഭവിക്കുന്നത് ലൈറ്റ് എനർജി എന്ത് ചെയ്യുന്നു? കൺവേർട്ടഡ് ടു കെമിക്കൽ എനർജി ആൻഡ് സ്റ്റോർഡ് ഇൻ ATP. എന്ത് ചെയ്യുന്നു? പ്രകാശോർജ്ജം എന്തായിട്ട് മാറുന്നു? രാസോർജ്ജമായിട്ട് മാറുകയും അതെങ്ങോട്ടത്തേക്ക് എന്താണ് സ്റ്റോർ ചെയ്യപ്പെടുന്നു? ATPയിലേക്ക് എന്ത് ചെയ്യപ്പെടുകയും ചെയ്യുന്നു? സ്റ്റോർ ചെയ്യപ്പെടുകയും ചെയ്യുന്നു, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? സംഭരിച്ചു വയ്ക്കുകയും ചെയ്യുന്നു. ഇനി അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് സ്ട്രോമയിൽ വരുന്നത്. സ്ട്രോമയിൽ വരുന്ന പറഞ്ഞ പോലെ ഡാർക്ക് ഫേസ് ആണ്. ഡാർക്ക് ഫേസ് ആ പേര് പോലെ തന്നെയാണ്. എന്താണ്? ഇരുണ്ട ഘട്ടത്തിൽ എന്തിൻ്റെ ആവശ്യമില്ല? പ്രകാശത്തിൻ്റെ ആവശ്യം ഇല്ല. ലൈറ്റ് ഈസ് നോട്ട് യൂസ്ഡ്. എന്ത് ചെയ്യുന്നു? ലൈറ്റ് ഉപയോഗിക്കുന്നില്ല. എനർജി നേരത്തെ ATPയിലേക്ക് സ്റ്റോർ ചെയ്യപ്പെടുന്നു എന്ന് പറഞ്ഞു അല്ലേ? ഇവിടെ സംഭവിക്കുന്നത് ഇങ്ങനെ സ്റ്റോർ ചെയ്ത എനർജി ഉപയോഗിച്ചിട്ട് ഹൈഡ്രജനെയും കാർബൺ ഡൈ ഓക്സൈഡും ചേർത്ത് എന്തുണ്ടാകുന്നു? ഗ്ലൂക്കോസ് ഉണ്ടാകുന്നു. അപ്പോൾ ആ എനർജി ഉപയോഗിച്ചിട്ട് എന്താണ് നിർമ്മിക്കുന്നത്? ഗ്ലൂക്കോസ് ആണ് നിർമ്മിക്കുന്നത്. എനർജി ഇൻ ATP ഈസ് യൂസ്ഡ് ടു കമ്പൈൻ ഹൈഡ്രജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ടു പ്രൊഡ്യൂസ് ഗ്ലൂക്കോസ് അല്ലേ? അപ്പോൾ ഗ്ലൂക്കോസ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് എന്തിനെ ഉപയോഗിക്കുന്നു? ഹൈഡ്രജനെയും കാർബൺ ഡൈ ഓക്സൈഡിനെയും ഉപയോഗിക്കുന്നു. അവിടെ എന്തിനെ ആവശ്യമുണ്ട്? എനർജി ആവശ്യമുണ്ട് അല്ലേ? അപ്പോൾ ഇത്രയുള്ളതെന്ന് പറയുന്നത് ക്ലോറോപ്ലാസ്റ്റിൽ നടക്കുന്ന 2 റിയാക്ഷനുകൾ. ഒന്നെന്ന് പറയുന്നത് ലൈറ്റ് റിയാക്ഷനും മറ്റേതെന്ന് പറയുന്നത് ഡാർക്ക് റിയാക്ഷനുമാണ്. അപ്പോൾ ലൈറ്റ് റിയാക്ഷനിൽ ലൈറ്റിൻ്റെ ആവശ്യമുണ്ട്, ഡാർക്ക് റിയാക്ഷനിൽ എന്തിൻ്റെ ആവശ്യമില്ല? ലൈറ്റിൻ്റെ ആവശ്യമില്ല. അതുപോലെ തന്നെ എന്താണ്? ലൈറ്റ് റിയാക്ഷനിൽ നടക്കുന്ന പ്രവർത്തനമാണ് ജലം വിഘടിച്ച് എന്തൊക്കെയായിട്ട് മാറുന്നു? ഹൈഡ്രജനും അതുപോലെ തന്നെ എന്തായിട്ട് മാറുന്നു? ഓക്സിജനും ഉണ്ടാകുന്നു. ഇതിൽ ഓക്സിജൻ എന്ത് ചെയ്യുന്നു? സസ്യങ്ങൾ റിലീസ് ചെയ്യുകയും ഹൈഡ്രജൻ എങ്ങോട്ടത്തേക്ക് സ്റ്റോർ ചെയ്യുകയും ചെയ്യുന്നു. ഇനി ലൈറ്റ് റിയാക്ഷനിൽ നടക്കുന്ന മറ്റു അവസാന പ്രവർത്തനമാണ് ലൈറ്റ് എനർജി ഈസ് കൺവേർട്ടഡ് ടു കെമിക്കൽ എനർജി സ്റ്റോർഡ് ഇൻ ATP. എന്ത് ചെയ്യുന്നു? ലൈറ്റ് എനർജി എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്താക്കി മാറ്റുന്നു? കെമിക്കൽ എനർജി ആയിട്ട് മാറ്റുകയും ATPയിലേക്ക് സ്റ്റോർ ചെയ്യുകയും ചെയ്യുന്നു. ഡാർക്ക് ഫേസിൽ നടക്കുന്നത് ഈ ATPയിലേക്ക് സ്റ്റോർ ചെയ്യപ്പെട്ട എനർജി ഉപയോഗിച്ചിട്ട്, അല്ലെങ്കിൽ ആ ഊർജ്ജം ഉപയോഗിച്ചിട്ട് ഹൈഡ്രജനെയും നേരത്തെ പറഞ്ഞു അല്ലേ? എന്താണ്? ഗ്രാനയിൽ നിന്ന് ഹൈഡ്രജൻ എങ്ങോട്ടത്തേക്ക് മാറ്റുന്നു? സ്ട്രോമയിലേക്ക് മാറ്റുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സ്ട്രോമയിലെത്തിയ ഹൈഡ്രജനും അതുപോലെ തന്നെ എന്താണ് ഈ ലീവ്സ് അബ്സോർബ് ചെയ്ത കാർബൺ ഡൈ ഓക്സൈഡിനെയും ചേർത്തിട്ട് എന്തിനെ ഉൽപ്പാദിപ്പിക്കുന്നു? ഗ്ലൂക്കോസിനെ ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് സസ്യങ്ങളിൽ ഓക്സിജനും അതുപോലെ തന്നെ എന്തിനെ ഉൽപ്പാദിപ്പിക്കുന്നത്? ഗ്ലൂക്കോസിനെയും ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ തൊട്ടപ്പുറത്തൊരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് എഴുതിയിട്ട് അതെന്ത് ചെയ്യുക? ഫില്ല് ചെയ്ത് അല്ലെങ്കിൽ പൂരിപ്പിച്ച് വെക്കുക.